അവസാനം അവരെ കൂട്ടത്തിൽ നിന്നും ആൾക്കാർ പ്രതികരിക്കാൻ തുടങ്ങി. मैं खुद बीजेपी वर्कर हूं, मैं बीजेपी को बहुत सपोर्ट करता हूं. बीजेपी के अलावा मैंने आज तक किसी पार्टी को वोट नहीं दिया. देश का यूथ, देश का स्टूडेंट परेशान है, आपने उनकी परेशानी नहीं सुनी. कील लगा के मारा है, ये उससे निशान, ये छेद आए हैं एंड आई हैव नो वर्ड्स. രാപ്പകൽ കഷ്ടപ്പെട്ടും കടം വാങ്ങിച്ചിട്ടൊക്കെ നീറ്റ് എക്സാമിന് അവനോ അവളോ പോകുമ്പോൾ പൈസ ഉള്ളവൻ്റെ മക്കൾക്ക് പേപ്പർ ചോർത്തി കൊടുക്കുക, പഠിക്കുന്നവന് അങ്ങ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് താഴേക്ക് ചവിട്ടി അങ്ങ് താത്തുക, ഇങ്ങനെയുള്ള പല മാറ്റേഴ്സ് ഉണ്ട്. അതിനെതിരെ സമരം ചെയ്യുമ്പോൾ പോലീസുകാർ മാത്രമല്ല, പാർട്ടി ഗുണ്ടകൾ പട്ടാള യൂണിഫോമിനോട് സാമ്യതയുള്ള യൂണിഫോം ഇട്ടിട്ട് അടിച്ചമർത്തുക. അപ്പോൾ ഈ പാർട്ടിയിലുള്ള സഹോദരങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ എഫക്റ്റ് ആകുക എൻ്റെയും നിങ്ങളെയും ഒക്കെ കാണുന്ന ഭരണഘടന, നമ്മളെ രാജ്യം എന്നൊക്കെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറയുമ്പോൾ നമ്മളെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായം നശിപ്പിച്ചു കഴിഞ്ഞാൽ വെറും ബഫൂണുകളും മന്ന ബുദ്ധികളാണ് അടുത്ത ജനറേഷനിൽ ഉണ്ടാവുന്നുള്ളൊരു ബോധം വേണം. കുറേ സെലിബ്രിറ്റീസ് ഉണ്ട്, പലതിനും സെൽഫി വീഡിയോ എടുത്ത് പല ന്യായങ്ങളും പറയുമ്പോൾ നമ്മളെ രാജ്യം നേരിടുന്ന വലിയൊരു പ്രശ്നം ഒരക്ഷരം മിണ്ടാതെ, കമാന്നൊരക്ഷരം മിണ്ടാണ്ട് സ്ലോ മോഷൻ ഇട്ട് ഫോട്ടോ ഇട്ട് നടക്കുന്ന കുറേ ഉണ്ട്. ചെറിയ തോതിലെങ്കിലും അഭിപ്രായം പറയേണ്ടത് നമ്മൾ ഓരോരുത്തരെയും കടമ തന്നെയാണ് സുഹൃത്തുക്കൾ. എൻ്റെ രാജ്യത്തിൻ്റെ സമാധാനവും സമത്വം, എൻ്റെ രാജ്യത്തിന് വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യം, എൻ്റെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ ക്വാളിറ്റിയും തിരിച്ചു പിടിക്കണമെന്നുള്ള ബോധത്തിലാണ് ഓരോരുത്തരും ഇത് പ്രതികരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. താങ്ക് യു സോ മച്ച്.